ഹലോ മക്കളെ, യെസ്, അപ്പം ഞാനിന്നൊരു സർപ്രൈസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ സർപ്രൈസ് എന്ന് പറയുന്നതിന്റെ മുന്നേ ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ പെരിയ പ്ലാനറ്റ ബിലോങ്സ് ടു വിച്ച് ഓഫ് ദിസ് ഫൈല? അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്: എക്കൈനോഡെർമേറ്റ, അനലിഡ, മൊലുസ്ക, ആർത്രോപോഡ. അപ്പൊ നമുക്ക് പെരിയ പ്ലാനറ്റ എന്ന് പറയുന്നത് ഒരു ഇൻസെക്ട് ആണെന്നും അത് ഏത് ഫൈലത്തിലാണ് വരുന്നത് നമുക്ക് മനസ്സിലായി അല്ലെ. എന്താ നമ്മളെ കോക്രോച്ച് ഏത് ഫൈലത്തിലാണടാ? ദാറ്റ് ഈസ് ആർത്രോപോഡ. ഏത് ഫൈലത്തിലാണ്? ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണും. ദിസ് ഇസ് ദ ബേസിക് യൂണിറ്റ് ഇൻ ദ ഐ ഓഫ് ഇൻസെക്ട് ഓർ കോക്രോച്ച്. അതായത് ഇൻസെക്ടിന്റെയോ അല്ലെങ്കിൽ കോക്രോച്ചിന്റെയോ ഒക്കെ ഐയിലുള്ള ആ ഒരു ബേസിക് യൂണിറ്റ് എന്താണ്? കോണിയൽ ഫേസറ്റ് ആണോ, അല്ലെങ്കിൽ ഒമാറ്റിഡിയം ആണോ, അല്ലെങ്കിൽ റാബ്ഡോം ആണോ, അല്ലെങ്കിൽ റെറ്റിനയാണോ? എന്റെ ആൻസർ എന്താണ്? ദാറ്റ് ഈസ് ബി, ഒമാറ്റിഡിയം ആണല്ലേ. എന്താണ്? ഒമാറ്റിഡിയം. ഇനി third question, the growth in arthropods goes along with this process. Mitosis, only molting, only ecdysis and molting. അതായത് ആർത്രോപോഡ് ഗ്രോ ചെയ്യുമല്ലോ, അതിൽ അവരുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സിന്റെ സമയത്ത് നടക്കുന്നത് എന്താണെന്നാ ചോദിക്കുന്നത്. അത് മോൾട്ടിംഗ് മാത്രമാണോ, എക്ഡൈസിസ് മാത്രമാണോ, മൈറ്റോസിസ് ആണോ, അല്ലെങ്കിൽ എക്ഡൈസിസും മോൾട്ടിങ്ങും രണ്ടും നടക്കുന്നുണ്ടോ? ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. അതായത് എക്ഡൈസിസും മോൾട്ടിങ്ങും രണ്ടും ഇവരുടെ ഡെവലപ്മെന്റൽ പ്രോസസ്സിന്റെ സമയത്ത് അല്ലെ, അതായത് ആർത്രോപോഡയുടെ ഗ്രോത്തിന്റെ സമയത്ത് നടക്കുന്ന 2 കാര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിംഫോസൈറ്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ദേ ആർ. അപ്പൊ ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വൈറ്റ് ബ്ലഡ് സെല്ലിന്റെ ഒരു ടൈപ്പ് ആണ് അല്ലെ, WBCയുടെ ഒരു ടൈപ്പ് ആണ്. അതിൽ തന്നെ ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ ഗ്രാനുലോസൈറ്റ്സ് ആണോ, എഗ്രാനുലോസൈറ്റ്സ് ആണോ? അവര് എഗ്രാനുലോസൈറ്റ്സിൽ വരുന്നതാണ് അല്ലെ. എഗ്രാനുലോസൈറ്റ്സിൽ വരുന്നതാണ് നമ്മള് WBC. WBC 5 ടൈപ്പ് ഉണ്ട്, അതിലൊരു ടൈപ്പാണ് ലിംഫോസൈറ്റ്സ്. അപ്പൊ ലിംഫോസൈറ്റ്സിനെ വീണ്ടും നമുക്ക് 2 ആക്കാം. ഓക്കെ, അത് ടി സെൽ എറിത്രോസൈറ്റ് ആണോ, എറിത്രോസൈറ്റ് പ്ലേറ്റ്ലെറ്റ്സ് ആണോ, ടി സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആണോ, ടി സെൽസ് ആൻഡ് ബി സെൽസ് ആണോ? സോ എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ RBC ആണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ലൈക്ക് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് വേറെ ടൈപ്പ് ഓഫ് ഫോംഡ് എലമെന്റ് അല്ലെങ്കിൽ ബ്ലഡ് സെൽ ആണ് നമുക്കറിയാം അല്ലെ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്നല്ലേ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ടി സെൽസ് ആൻഡ് ബി സെൽസ്. അതായത് ലിംഫോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ടി ലിംഫോസൈറ്റും ബി ലിംഫോസൈറ്റും. ബേസോഫിൽസ്, ഈസ്നോഫിൽസ് ആൻഡ് ന്യൂട്രോഫിൽസ് ആർ റെഫർഡ് ടു ആസ്. ഇവരെ നമ്മൾ എന്താ വിളിക്കുക? പ്ലേറ്റ്ലെറ്റ്സ്, ആസ്റ്റോസൈറ്റോമസ്, ഗ്രാനുലോസൈറ്റ്സ് ഓർ ബഫേഴ്സ്. ഈസി ക്വസ്റ്റ്യൻ. ലിംഫോസൈറ്റും മോണോസൈറ്റും എഗ്രാനുലോസൈറ്റ് ആണ്. ദേ ആർ ടൈപ്പ് ഓഫ് WBCs. അങ്ങനെയാണെങ്കിൽ ബേസോഫിൽ, ഈസ്നോഫിൽ ആൻഡ് ന്യൂട്രോഫിൽ എന്ന് പറയുന്നത് എന്താ? അവര് ഗ്രാനുലോസൈറ്റ്സ് ആണ്. അവരും എന്താ? WBCs ആണ് അല്ലെ. ഗ്രാനുലോസൈറ്റ് ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഈ ക്വസ്റ്റൻസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റൻസ് ആണ്, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഒരു ചാൻസ് ഇട്ട് തരികയാണ്. ദാറ്റ് ഇസ് MVSAT, മെഗാ വേദാന്തു സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പം ഈ ഒരു എക്സാം നമ്മൾ December 2 മുതൽ December 10 ഉള്ളിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ രജിസ്റ്റർ ചെയ്യാൻ പണം വേണോ, പൈസ വേണോ? ഒന്നും വേണ്ട കേട്ടോ. അതായത് ഫ്രീ രജിസ്ട്രേഷൻ ആണ്. അപ്പൊ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക? നിർബന്ധമായും രജിസ്റ്റർ ചെയ്യുക. ഇതൊരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ്. ഈ ഒരു എക്സാം നിങ്ങൾ അടിപൊളി റാങ്കോട് കൂടി പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു എക്സാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സെന്റേഴ്സ് അവൈലബിൾ ആണ്, ഓഫ്ലൈൻ സെന്റേഴ്സ് ഒന്നും നിലവിലില്ല. സോ ഈ പറഞ്ഞ December 2 December 10 ഇടയിൽ ഏത് ദിവസം വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ സാധിക്കും. അപ്പൊ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? അതായത് നമ്മളെ 8ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി, നീറ്റ്, JEE ആസ്പിറൻസിന് പോലും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഓഫ്ലൈൻ സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇതായി തന്നിരിക്കുന്ന എല്ലാ ഓഫ്ലൈൻ സെന്റേഴ്സിലും നമുക്ക് ഈ ഒരു എക്സാം എന്താ പറയുക പോയി എഴുതാനായിട്ട് പറ്റും. പക്ഷെ കേരളത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ സെന്റർ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. യെസ്, അപ്പൊ ഈ ഒരു എക്സാം എഴുതിയതിനു ശേഷം സത്യം പറഞ്ഞാൽ നമ്മളെ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമാണ്. അപ്പം ഈ ഒരു എക്സാം എഴുതിയതിനു ശേഷം നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് കിട്ടും. അതിൽ തന്നെ നല്ല റാങ്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് ആണ് ഞങ്ങൾ തരാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല നമ്മളെ വേദാന്തുവിലെ ദ ബെസ്റ്റ് ടീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ അല്ലെ, അവർ കൊടുക്കുന്ന കോഴ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പം ഈ 11th and 12th JEE ആസ്പിറൻസ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫിസിക്സിൽ നിന്നും, കെമിസ്ട്രിയിൽ നിന്നും, മാത്സിൽ നിന്നും 10. അപ്പോൾ ഓരോ റൈറ്റ് ആൻസറിനും നിങ്ങൾക്ക്
4 മാർക്ക് കിട്ടും ആൻഡ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, ആൻഡ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 hour ആണ്, 1 മണിക്കൂറിന്റെ പരീക്ഷയായിരിക്കും കേട്ടോ. ഇപ്പൊ നീറ്റുകാരാണെങ്കിൽ നിങ്ങൾക്കും 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ്, ബയോളജിയിൽ നിന്ന് നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇതേപോലെ തന്നെ ശരി ഉത്തരത്തിന് 4 മാർക്കും ആൻഡ് തെറ്റുത്തരം ഉണ്ടെങ്കിൽ നോ നെഗറ്റീവ് മാർക്കിംഗ്. 1 hour ആണ് എക്സാം ഡ്യൂറേഷൻ. ഓക്കെ, സോ ടോപ്പ് റാങ്ക് വന്ന ആ മുകളിൽ നിൽക്കുന്ന കുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യേണ്ട അല്ലെ. പക്ഷെ ഇത് ഓഫ്ലൈൻ ആയിട്ട് എക്സാം എഴുതുന്നവർക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് 5 day ട്രിപ്പ് എങ്ങോട്ടേക്കാന്ന് അറിയോ? അതായത് സ്പേസ് റിസർച്ച് സെന്ററിൽ അല്ലെ. അല്ല, അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ഓഫ്ലൈൻ ആയിട്ട് ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടോപ്പ് റാങ്കിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രിപ്പ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും കേട്ടോ. അത് എങ്ങോട്ടേക്കാണ്? സ്പേസ് റിസർച്ച് സെന്റർ. അപ്പൊ അത് മനസ്സിൽ വെക്കുക കേട്ടോ. യെസ്, ആൻഡ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും എന്തായാലും എന്തെങ്കിലും ഒരു റിവാർഡ് ഉണ്ടാവും. അതിൽ തന്നെ നല്ല റാങ്ക് ഒക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് ഡ്രോണ്, സ്മാർട്ട് വാച്ച്, ടെലസ്കോപ്പ് ആൻഡ് ഇങ്ങനെയുള്ള അനവധി സമ്മാനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. സോ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, രജിസ്ട്രേഷൻ നിങ്ങൾ ചില്ലി കാശ് മുടക്കണ്ട, ഫ്രീ രജിസ്ട്രേഷൻ ആണ്. സോ എല്ലാവരും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പം ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. ആൻഡ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സെന്റേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, കേരളത്തിൽ ഓഫ്ലൈൻ സെന്റേഴ്സ് ഒന്നും ഇല്ല. ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ട് എഴുതുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ടോപ്പ് റാങ്ക് വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ 5 day ട്രിപ്പ് സ്പേസ് റിസർച്ച് സെന്ററിൽ അടിക്കാം. അതേപോലെ തന്നെ 100% എഷ്യൂർഡ് സ്കോളർഷിപ്സ് ഞങ്ങൾ നൽകുന്നുണ്ട്. അതിന്റെ കൂടെ എക്സൈറ്റിംഗ് റിവാർഡ്സ്, ഡ്രോൺസ്, ടെലസ്കോപ്പ്, സ്മാർട്ട് വാച്ച്, ഇങ്ങനെയുള്ള കുറേ എന്താ പറയാ റിവാർഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ആൻഡ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് അറിയാനായിട്ട് പറ്റും. അതായത് ഓൾ ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ ഇന്ത്യയിൽ നടക്കുന്ന ഒരു എക്സാം ആണ്. ഇഷ്ടംപോലെ കുട്ടികളാണ് എക്സാം എഴുതാൻ പോകുന്നത് അല്ലെ. അതിൽ നിങ്ങൾ എത്രാമത്തെ റാങ്ക് ആണ് എന്നുള്ള ആ ഒരു റിസൾട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് രജിസ്ട്രേഷൻ തികച്ചും ഫ്രീ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ മുന്നിൽ വരുമ്പോൾ അല്ലെ, ഫ്രീ ആയിട്ട് ഒരു എക്സാം എഴുതി കുറെ സമ്മാനങ്ങൾ നേടാൻ പറ്റുമ്പം അത് നമ്മൾ ഒഴിവാക്കണോ? ഓക്കെ, ഒരു അടിക്കുന്ന ലോട്ടറി നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ വെറുതെ വിടുവോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് അതായത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും രജിസ്റ്റർ ചെയ്യുക ആൻഡ് നല്ലൊരു റാങ്ക് സ്വന്തമാക്കുക. അതിലൂടെ ഞങ്ങൾ തരുന്ന ഈ ഒരു സമ്മാനങ്ങൾ മുഴുവൻ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞാനിപ്പോ പോവാണ്. ടാറ്റാ.